നമസ്കാരം. ദശകങ്ങളോളം ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായിരുന്ന ചൈന ഇന്ന് വൻതോതിലുള്ള ജനസംഖ്യാ തകർച്ചയെ അഭിമുഖീകരിക്കുകയാണ്. 2025 തുടർച്ചയായ 4ാം വർഷവും രാജ്യത്തെ ജനസംഖ്യ കുറഞ്ഞതായാണ് ഏറ്റവും പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ജനനനിരക്കിൽ 17% കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2025 ചൈനയിൽ രജിസ്റ്റർ ചെയ്ത ജനനങ്ങൾ 7.92 ദശലക്ഷമായി കുറഞ്ഞു. 1949 കൃത്യമായ രേഖകൾ സൂക്ഷിക്കാൻ തുടങ്ങിയതിനു ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിരക്കാണിത്. വിസ്കോൺസിൻ മാഡിസൺ സർവകലാശാലയിലെ ജനസംഖ്യാ ശാസ്ത്രജ്ഞനായ യി ഫുക്സിയാൻ ഈ സാഹചര്യത്തെ വളരെ ഗൗരവത്തോടെയാണ് വിലയിരുത്തുന്നത്. 1738 ചൈനയിലെ ജനസംഖ്യ വെറും 150 ദശലക്ഷമായിരുന്ന കാലത്തെ ജനനിരക്കിന് തുല്യമാണ് ഇന്നത്തെ അവസ്ഥയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ചൈനയുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പതിറ്റാണ്ടുകളായി ചൈന നടപ്പിലാക്കി വന്നിരുന്ന കർശനമായ ഒറ്റക്കുട്ടി നയം അഥവാ വൺ ചൈൽഡ് പോളിസിയാണ്. 1980 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിവേഗം വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ നിയന്ത്രിക്കാനായി ഈ നയം കൊണ്ടുവന്നത്. ഇത് ലംഘിക്കുന്നവർക്ക് കനത്ത പിഴയും നിർബന്ധിത ഗർഭചിത്രം ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികളും നേരിടേണ്ടി വന്നിരുന്നു. ദശകങ്ങൾ നീണ്ട ഈ നയം ചൈനീസ് സമൂഹത്തിന്റെ ചിന്താഗതിയെ മാറ്റിമറിച്ചു. ഒരു കുട്ടി മതി എന്ന ചിന്താഗതി ജനങ്ങളിൽ ആഴത്തിൽ പതിഞ്ഞു. 2016 ഈ നയം അവസാനിപ്പിച്ച് 2 കുട്ടികൾക്ക് അനുമതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. 2021 ഇത് 3 കുട്ടികളായി ഉയർത്തിയിട്ടും ജനനനിരക്ക് താഴോട്ട് തന്നെയാണ്. ചൈനയിലെ യുവാക്കൾക്കിടയിൽ കുട്ടികൾ ഉണ്ടാകുന്നതിനോടുള്ള വിമുഖതയ്ക്ക് പിന്നിൽ ഗുരുതരമായ സാമൂഹിക സാമ്പത്തിക കാരണങ്ങളുമുണ്ട്. സർക്കാർ വിവിധ ആനുകൂല്യങ്ങളും പദ്ധതികളും പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും നിത്യജീവിതത്തിലെ കടുത്ത വെല്ലുവിളികൾ യുവതലമുറയെ പിന്നോട്ട് വലിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുട്ടികളെ വളർത്തുന്നതിനായുള്ള അമിതമായ ജീവിത ചെലവാണ്. ചൈനയിൽ ഒരു കുട്ടിയെ 18 വയസ്സ് വരെ വളർത്തുന്നതിന് ശരാശരി 5,38,000 യുവാൻ ആവശ്യമാണെന്ന കണക്കുകൾ സാധാരണക്കാരായ മാതാപിതാക്കൾക്ക് വലിയൊരു ബാധ്യതയാണ്. പ്രധാന നഗരങ്ങളിൽ ഈ തുക ഇതിലും എത്രയോ മടങ്ങ് കൂടുതലാണ്. സ്ഥിരമായ വരുമാനം ഉറപ്പില്ലാത്ത സാഹചര്യത്തിൽ ഒരു കുടുംബം ആരംഭിക്കുക എന്നത് ഇവർക്ക് വലിയ റിസ്ക്കായി മാറുന്നുണ്ട്. കൂടാതെ ഗർഭനിരോധന മാർഗങ്ങൾക്ക് മേൽ സർക്കാർ ഏർപ്പെടുത്തുന്ന പരോക്ഷമായ നിയന്ത്രണങ്ങൾ ജനങ്ങൾക്കിടയിൽ ആശങ്കയുണ്ടാക്കുന്നുമുണ്ട്. വാറ്റ് ഒഴിവാക്കിയ ഉൽപ്പന്നങ്ങളുടെ പട്ടികയിൽ നിന്നും കോണ്ടത്തെ നീക്കം ചെയ്തും അതിന് 13% നികുതി ഏർപ്പെടുത്തിയും ജനനിരക്ക് വർദ്ധിപ്പിക്കാനുള്ള ഭരണകൂടത്തിന്റെ സമ്മർദ്ദവും ഇപ്പോൾ ചൈനയിൽ നടക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള സാമ്പത്തിക സമ്മർദ്ദങ്ങളും സാമൂഹികമായ അനിശ്ചിതത്വങ്ങളുമാണ് ചൈനീസ് യുവാക്കളെ കുട്ടികൾ വേണ്ടെന്ന തീരുമാനത്തിലേക്ക് നയിക്കുന്നത്. ജനസംഖ്യയുടെ 23% ഇപ്പോൾ 60 വയസ്സിന് മുകളിലുള്ളവരാണ്. 2035 ആകുമ്പോഴേക്കും ഇത് 400 ദശലക്ഷത്തിലെത്തുമെന്നും കരുതപ്പെടുന്നു. അതായത് അമേരിക്കയുടെയും ഇറ്റലിയുടെയും ആകെ ജനസംഖ്യയ്ക്ക് തുല്യമാകും. ജോലി ചെയ്യാൻ ശേഷിയുള്ള യുവാക്കളുടെ എണ്ണം കുറയുന്നത് ചൈനയുടെ ഉൽപ്പാദന മേഖലയെയും സമ്പദ് വ്യവസ്ഥയെയും ദോഷകരമായി ബാധിക്കും. ഇതിനെ മറികടക്കാൻ സർക്കാർ വിരമിക്കൽ പ്രായം ഉയർത്തിയിട്ടുണ്ട്. ജനസംഖ്യാ പ്രതിസന്ധി മറികടക്കാൻ ബീജിംഗ് ഭരണകൂടം വലിയ തോതിലുള്ള സാമ്പത്തിക പാക്കേജുകളാണ് നിലവിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി 3 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സംരക്ഷണത്തിനായി ഏകദേശം 9.65 ബില്യൺ പൗണ്ട് ശിശു സംരക്ഷണ സബ്സിഡിയായി സർക്കാർ അനുവദിച്ചു കഴിഞ്ഞു. വന്ധ്യതാ ചികിത്സ നേടുന്നവർക്കായി IVF ഉൾപ്പെടെയുള്ള എല്ലാ പ്രസവാനന്തര ചികിത്സാ ചെലവുകളും ദേശീയ ആരോഗ്യ ഇൻഷുറൻസിന്റെ പരിധിയിൽ കൊണ്ടുവരാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇത്തരം സാമ്പത്തിക സഹായങ്ങളിലൂടെ ജനനിരക്ക് ഉയർത്താമെന്നാണ് ചൈന പ്രതീക്ഷിക്കുന്നത്. അതേസമയം ചൈനയിലെ ഈ ജനസംഖ്യാ തകർച്ച ആഗോള വിപണിയിൽ ഇന്ത്യക്ക് വലിയ അവസരങ്ങൾ തുറന്നു നൽകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. ചൈനയിൽ ജോലി ചെയ്യാൻ ശേഷിയുള്ള യുവാക്കളുടെ എണ്ണം കുറയുന്നതോടെ അവിടെ തൊഴിൽ കൂലി വർദ്ധിക്കുകയും ഉൽപ്പാദന ചെലവ് ഏറുകയും ചെയ്യും. ലോകത്തെ ഏറ്റവും വലിയ യുവജന ശക്തിയുള്ള രാജ്യമെന്ന നിലയിൽ ഈ സാഹചര്യം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഗുണകരമാണ്. ചൈനയിൽ നിന്നും തങ്ങളുടെ ഉൽപ്പാദന യൂണിറ്റുകൾ മാറ്റാൻ ആഗ്രഹിക്കുന്ന ആഗോള കമ്പനികളെ ആകർഷിക്കാനും വരും വർഷങ്ങളിൽ ഇന്ത്യ ഒരു ആഗോള നിർമ്മാണ ഹബ്ബായി ഉയർത്താനും ഈ ജനസംഖ്യാപരമായ മാറ്റം വഴിക്ക് ഒരുക്കിയേക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണം.